Hi all, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ കണ്ണൂർ ഭാഷയിൽ ഇത്ര സ്റ്റാൻഡേർഡ് ആയിട്ടൊന്നും പറയില്ല കേട്ടോ. ചിക്കൻ മുളകിട്ടതെന്നൊന്നും പറയില്ല, ചിക്കൻ മുളകിട്ടെന്ന് പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ മുഴുവനായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ട് മുളകിട്ടെന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കറിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇൻഗ്രീഡിയൻസ് കയ്യിൽ കുറവായിട്ടുള്ളതാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ മുളകിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3-3.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിതൊരു നാടൻ സ്റ്റൈലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് നമ്മുടെ എണ്ണ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉലുവ അത്യാവശ്യം പൊട്ടി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 2 തണ്ടോളം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇതിലേക്ക് ഒരു സവാളയും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് സവാള വഴലാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ സവാള അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബോൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളകും ഒരു മീഡിയം പീസ് ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നവരെ നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതൊരു 1/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, മുളകിട്ട കറി ആയതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി ഓവർ ചേർക്കാൻ പാടില്ല. അടുത്ത ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പൊടിക്കനുസരിച്ചിട്ട് കളറും ഒക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ കുറച്ചധികം സമയം തന്നെ ഇതുപോലെ വഴറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പൊടികളുടെ കളറൊക്കെ നന്നായിട്ട് മാറി വരും കേട്ടോ. ആ ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണേ. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ, ഫ്ലെയിമിൻ്റെ കാര്യം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം പൊടികൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വഴറ്റിയെടുത്ത് കഴിയുന്നത് വരെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാനും ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, അത്യാവശ്യം നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് പൊടികളുടെ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തക്കാളി ഒന്നായാലും കുഴപ്പമില്ല കേട്ടോ, 2 തന്നെ നിർബന്ധമൊന്നുമില്ല. ഒരുപാട് പുളിയൊന്നും ആവശ്യമില്ലാത്തവർക്ക് ഒരു തക്കാളി ഒരു സവാളയൊക്കെ വെച്ചിട്ടും ചെയ്യാം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയൊരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ നമ്മുടെ സവാളയും മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് വിട്ടട്ടെ. ഇപ്പോൾ ഇതുപോലെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തന്നെ വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കന് അത്യാവശ്യം വെള്ളം എന്തായാലും ഇറങ്ങി വരും, എന്നാലും കുറച്ച് ഗ്രേവിയോട് കൂടിയായിട്ടില്ല നമ്മൾ മുളകിട്ട കറി റെഡിയാക്കുക. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റ് സവാളയിൽ മാത്രമല്ലേ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ കറി ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തത് 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ആദ്യം തന്നെ നല്ലതുപോലെ വേവിച്ചെടുക്കുക. എന്നിട്ട് വേണം നമുക്കൊന്ന് കറിയൊന്ന് കുറച്ച് കുറുക്കിയെടുക്കാനായിട്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. കാരണം ഇങ്ങനെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ വെന്ത് കിട്ടുകയും ചെയ്യും. അഥവാ അടിക്ക് പിടിക്കുന്നുണ്ടോ എന്നുള്ള ടെൻഷനൊക്കെ മാറി കിട്ടുമല്ലോ, ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുകയാണ്.
ഇപ്പോൾ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മുളകിട്ട റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില കയ്യിലില്ലാന്ന് വെച്ചിട്ട് പെട്ടെന്നൊക്കെ തയ്യാറാക്കുമ്പോൾ ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ കറിവേപ്പില നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണേ. മുളകിട്ട കറിക്ക് നിർബന്ധമായിട്ടും വേണം കറിവേപ്പില. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ലാസ്റ്റ് ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ. വെളിച്ചെണ്ണയുടെയൊക്കെ നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിനി ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് സെർവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എങ്കിൽ കുറച്ചുകൂടി ഒന്ന് കുറുകി നല്ല തിക്കായിട്ട് വരും ഗ്രേവി. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നല്ലേ. നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 10-20 മിനിറ്റായി റെഡിയാക്കി വെച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. പ്രത്യേകിച്ച് ഗീ റൈസിൻ്റെ കൂടിയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കമൻസും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്